വെൽക്കം ടു ദ ഡബിൾ ഡെക്കർ ട്രെയിൻ ഓഫ് ഇന്ത്യ. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിൽ സഞ്ചരിക്കാൻ പോവുകയാണ്. മുംബൈയിൽ നിന്നും അഹമ്മദാബാദ് വരെ പോകുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് നമ്മൾ കയറിയത്. ഡബിൾ ഡെക്കർ ട്രെയിനിലെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ട്രെയിനായ മുംബൈ സബർബൻ ട്രെയിനിൽ നമ്മൾ കയറുന്നുണ്ട്. പിന്നെ മുംബൈയിൽ പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനും പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബോളിവുഡിന്റെ കിങ് ഓഫ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാറൂഖ് ഖാന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വെൽക്കം ടു മുംബൈ. നമ്മൾ ഇന്ന് ഡബിൾ ഡെക്കർ ട്രെയിൻ കയറാൻ വേണ്ടി വന്നിരിക്കുന്നത് CSTയിലാണ്, അതായത് ഛത്രപതി ശിവാജി ടെർമിനൽ. 1887 എന്ന് വെച്ചാൽ 138 വർഷത്തോളം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇതിന്റെ ആദ്യ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. അതുപോലെ ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. എന്നാൽ നമ്മളെ അട്രാക്ട് ചെയ്ത മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, ആരാം വടപ്പാവ്. CSTയുടെ നേരെ മുന്നിലുള്ള വടപ്പാവ് കടയാണ്, വളരെ ഫേമസ് ആണിത്. അങ്ങനെ വടപ്പാവ് കഴിച്ച് നമ്മൾ നേരെ CSTയിലേക്ക് നടന്നു. CST കയറുമ്പോൾ നമുക്ക് ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറുന്ന പ്രതീതിയല്ല. വിക്ടോറിയൻ അതുപോലെ ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെ ഒരു ബ്ലെൻഡാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. എപ്പോഴും പൊതുവെ നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് CST. അതുകൊണ്ട് തന്നെ 18 റെയിൽവേ പ്ലാറ്റ്ഫോമുകൾ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. 2008 ഇതുപോലൊരു ദിവസം രാത്രി 9:30 മണിക്കാണ് 2 തീവ്രവാദികൾ അജ്മൽ കസബും ഇസ്മയിൽ ഖാനും CST ആക്രമിക്കുന്നത്. 58ഓളം പേർക്ക് ജീവൻ നഷ്ടമാവുകയും 104ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റ് ആക്രമണമായിരുന്നു CSTയിൽ അന്ന് നടന്നത്. ഇത് കണ്ടില്ലേ, നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ഇതുപോലെ ഒരു ദിവസമായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് സേവ് ചെയ്ത ഒരു റെയിൽവേ ഓഫീസർ ഉണ്ട്. ഇവിടെ സബർബൻ ലോക്കൽ ട്രെയിൻസിന്റെ അനൗൺസർ ആയിരുന്നു. അപ്പോൾ ടെററിസ്റ്റ് ആക്രമണമെന്ന് മനസ്സിലായതോടുകൂടി പുള്ളി ഒരുപാട് ആൾക്കാർക്ക് പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റത്തിലൂടെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഇവിടെയുള്ള പാസഞ്ചേഴ്സിന് കൊടുത്തു. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഇവിടെ സേവ് ചെയ്തത് അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു ദത്താറാം സിന്ധെ എന്നായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ അനൗൺസിംഗ് ഓഫീസറാണ്. അപ്പൊ നമ്മൾ നേരെ പോയത് ട്രെയിൻ കയറാനാണ്. ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ കാണുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിലാണ്. ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രെയിനാണ് ഇത്, ഡബിൾ ഡെക്കർ ട്രെയിൻ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ എന്തായാലും മുമ്പ് വന്നപ്പോ വിചാരിച്ചു ഒരു ദിവസം ഇത് ട്രൈ ചെയ്യാതെ. അതെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഡബിൾ ഡെക്കർ ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഡബിൾ ഡെക്കർ ട്രെയിൻ എന്നും അതിൽ എങ്ങനെയാണ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇന്ത്യയിൽ ആകെ എത്ര ഡബിൾ ഡെക്കർ ട്രെയിൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കി. അപ്പൊ 10 എണ്ണാണുള്ളത്. അതിൽ 7 എണ്ണാണ് ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. അതിൽ മുംബൈ സെൻട്രലിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെ പോകുന്ന ഡബിൾ ഡെക്കർ ട്രെയിനിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. പക്ഷെ നമുക്ക് അഹമ്മദാബാദ് വരെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഗുജറാത്തിലെ വാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. കണ്ടില്ലേ, താഴെ കുറെ പേര് ഇരിക്കുന്നുണ്ട്, മുകളിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിതാ ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറാൻ പോവാണ് ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെയാ ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ എന്ന് നമ്മൾ കാണിച്ചു തരാം. നമുക്ക് ഉള്ളിൽ കയറാം. ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, പിന്നെ ഇവിടുന്ന് അപ്സ്റ്റേഴ്സ്, പിന്നെ ഇവിടെ ലോവർ. നിലത്തിരുന്ന് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ ഈ റെയിലിൽ ഇരുന്ന് പോകുന്ന പോലെ ഫീലാണ്. താഴെയാണ് നമ്മളുള്ളത്, ഭയങ്കര താഴെയായിട്ടാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം എത്തിയപ്പോൾ മുഴുവൻ ആൾക്കാർ നമ്മളെക്കാളും ഹൈറ്റിലാണ്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് നോക്കാം. ഇതാണ് നമുക്ക്
അപ്പർ ഡെക്ക് എന്നുള്ള വ്യൂ. ട്രെയിൻ പോകുന്നുണ്ട്. അപ്പുറത്ത് പോകുന്ന ട്രെയിനിന്റെ ട്രാക്കിൽ ട്രെയിനൊക്കെ താഴെ കിടക്കുന്ന പോലെ തോന്നുന്നു. നമ്മൾ മേളിൽ. ഇതിന്റെ സീറ്റിംഗ് ഒക്കെ വരുന്നത് സെയിം ജനശതാബ്ദിയുടെ അതേ സെയിം സീറ്റിംഗ് ആണ്. പിന്നെ അതേപോലെ ഇത് ബ്ലൈൻഡ്സ് ഉണ്ട്. നമുക്ക് വെയിലടിക്കുകയാണെങ്കിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം. കൊള്ളാം. പിന്നെ ഇത് ഇവിടെ ഹോൾഡർ ഉണ്ട്. അതൊക്കെ നോർമൽ ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ തന്നെ സ്റ്റാൻഡ്, ബോട്ടിൽ ഹോൾഡർ, പ്ലഗ് പോയിന്റ്. അപ്പൊ ഡബിൾ ഡെക്കർ ട്രെയിൻ ആണെന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് ജനശാബ്ദിയൊക്കെ പോലെ തന്നെ സിറ്റിംഗ് ആണ് AC. അങ്ങനെ നമ്മൾ മുംബൈ അഹമ്മദാബാദ് റൂട്ടിലെ കാഴ്ചകളൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇനി നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം മുംബൈ ലോക്കൽ ട്രെയിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് അല്ലെങ്കിൽ തിരക്കേറിയ ട്രെയിനാണ് നമ്മുടെ മുംബൈ ലോക്കൽ ട്രെയിൻ. അപ്പൊ ഇതിൽ ഒരു തവണയെങ്കിലും കയറുക എന്നുള്ളത് വലിയൊരു ആഗ്രഹം. അപ്പൊ മുംബൈ വന്നു കഴിഞ്ഞാൽ ഇതിൽ കയറാന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ് വന്നത്. അപ്പൊ നമ്മളിതാ ട്രെയിൻ കയറാൻ പോവുകയാണ്. ഇതൊരു അണ്ടർപാസ് ആണ്. മുകളിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മുംബൈ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. മുംബൈയിൽ വന്ന സ്ട്രീറ്റ് ഫുഡ് കഴിക്കാതെ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. പാവ് ബജി, വടാപ്പാവ് എല്ലാം കഴിക്കണം. ഇവിടെ നമ്മളിപ്പോൾ ചൗപ്പട്ടി സ്ട്രീറ്റിലാണ്. ഇവിടെ ഇഷ്ടം പോലെ ഷോപ്സ് നമുക്ക് കാണാം. എല്ലാവരും മാടി മാടി വിളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യാം. ഇത് മുംബൈ ഗിർഗാവോണിന്റെ അടുത്ത് ചൗപ്പട്ടി ബീച്ചിനടുത്തുള്ള ഫുഡ് സ്ട്രീറ്റ് ആണ്. നമുക്ക് ഇവിടെ ബീച്ച് കാണാൻ പറ്റും. ബീച്ചിന് തൊട്ടടുത്താണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് കിട്ടും. ഇവിടെ ഓരോ കടയുടെ മുന്നിൽ ഇങ്ങനെ പായ വിരിച്ചത് കാണാം. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം. ഒരുപാട് ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് എന്തെങ്കിലും ജ്യൂസ് വേണം. ഇഷ്ടം വയ്യ കാലാക്കട്ട ഓർ ഓറഞ്ച്. അടിപൊളി. നമ്മുടെ നാട്ടിലെ കോലൈസ് ഉണ്ടല്ലോ, ആ കോലൈസ് ഒക്കെ പോലെ, പക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് ഫ്ലേവർ കിട്ടും. സിറപ്പ് നന്നായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ പാവ് ഭാജി കിട്ടി. നമുക്ക് തീർത്ത ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? മുംബൈ വരെ വന്നിട്ട് എങ്ങനെയാ നമ്മൾ ഷാറൂഖ് ഖാനെ കാണാതെ പോകുന്നത്? അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ബാന്ദ്രയില് ഷാറൂഖ് ഖാന്റെ മന്നത്ത് ഹൗസിലാണ്. മന്നത്ത് ഹൗസിന്റെ മുന്നിലാണ്. ഇതാണ് നമ്മുടെ ഷാറൂഖ് ഖാന്റെ വീട്.
ഈ വീടിന്റെ മുന്നിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഇതാണ് മന്നത്ത് ഹൗസ്. ഇടയ്ക്ക് ഷാറൂഖ് ഖാൻ നമ്മളിത് ഈ കാണുന്ന പോഡിയത്തിന്റെ മുകളിൽ വന്നിട്ട് ഇവിടെയുള്ള സന്ദർശകർക്കൊക്കെ ഹായ് പറഞ്ഞു പോകാറുണ്ട് അല്ലേ? അതെ, ഇന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഷാറൂഖ് ഖാന്റെ വീട് നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഗേറ്റ് ഓപ്പൺ ആയത്. നോക്കുമ്പോൾ ഒരു പ്രീമിയം കാറും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം നമ്മൾ ഷാറൂഖ് ഖാനാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് മൂപ്പരല്ലായിരുന്നു. ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. വലിയ മതിലും അതിന് മുകളിൽ കമ്പി വേലിയൊക്കെ ആയിട്ടാണ് വീട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഷാറൂഖ് ഖാന്റെ എസ്കോട്ട് വണ്ടികളാണ്. എല്ലാത്തിൻ്റെയും മുകളിൽ നമുക്ക് കാണാം എസ്കോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാം ഒരുപോലത്തെ ഫോർച്യൂണർ സെയിം. നമ്പർ പോലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. 4044 സോറി 4404.